നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനാപുരം അക്സ റെജിയുടെ മരണത്തിൽ അടിമുടി ദുരൂഹത ആരോപിച്ച് കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. കുടുംബം ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചെറിയ വെള്ളം പോലും പേടിയാണ് അക്സയ്ക്ക്. ചെറിയ തോട്ടിൽ പോലും ഇറങ്ങാൻ ഭയമാണ്. പിന്നെ എങ്ങനെ കുത്തൊഴുക്കുള്ള വെള്ളത്തിൽ ഇറങ്ങിയെന്ന് വിശ്വസിക്കുമെന്ന ചോദ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു. അക്സയുടെ കൂട്ടുകാരും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനമെന്ന് അക്സയുടെ പിതാവ് വ്യക്തമാക്കി. അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തോട് ചേർന്നാണ് അക്സയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഒഴുക്കില്ലാത്ത ഭാഗത്താണ് മൃതദേഹം കിടന്നതെന്നും എങ്ങനെ ഒഴുക്കില്ലാതെ ആ ഭാഗത്തേക്ക് മൃതദേഹം ഒഴുകിയെത്തുമെന്നുമാണ് കുടുംബം സംശയം ഉന്നയിക്കുന്നത്. സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും പ്രിയങ്കരിയായിരുന്നു അക്സ. പഠനത്തിലും മറ്റു പരിപാടികളുമെല്ലാം കുട്ടികളെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നതും അക്സയാണ്. മകൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയും വരെ പോരാട്ടം തുടരും എന്നാണ് അക്സയുടെ പിതാവ് റെജി വ്യക്തമാക്കുന്നത്. മൃതദേഹം ശുശ്രൂഷകൾക്ക് ശേഷം 12-ന് മഞ്ഞക്കാല TPM സെമിത്തേരിയിൽ സംസ്കരിച്ചു. ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി നിരവധി പേർ വീട്ടിലെത്തിയിരുന്നു. അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിച്ച മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ആയ ഡോണൽ ഷാജിയും അക്സ റെജിയും നടന്നാണ് ഇവിടെ എത്തിയതെന്നാണ് വിവരം. കോളേജിൽ നിന്ന് 3 കിലോമീറ്റർ താഴെ മാത്രമേ ഇവിടേക്ക് ദൂരമുണ്ടായിരുന്നുള്ളൂ. കൊല്ലത്തെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ അക്സ ഡോണലിനൊപ്പം വെള്ളച്ചാട്ടം കാണാൻ എത്തിയതെന്നാണ് സൂചന. അധികം ആളുകൾക്കൊന്നും പരിചിതമല്ലാത്ത വെള്ളച്ചാട്ടമാണ് അരുവിക്കുത്ത്. കാഴ്ചയിൽ മനോഹരമാണെങ്കിലും കയങ്ങൾ നിറഞ്ഞ മേഖലയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അപകടം പതിയിരിക്കുന്ന ഇടമായതിനാൽ തന്നെ മേഖലയിലേക്ക് അധികം സന്ദർശകർ എത്തിയിരുന്നില്ല. ഇവിടെയാണ് വിദ്യാർത്ഥികളെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദ്യാർത്ഥികളുടെ ബാഗും ഫോണും മറ്റും കടവിൽ ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് വിവരം പോലീസിനെയും അഗ്നിരക്ഷാ സംഘത്തെയും അറിയിച്ചത്. മലങ്കര ഡാമിലേക്ക് ഒഴുകുന്ന തൊടുപുഴയാറിന്റെ കൈവഴിയാണ് അരുവിക്കുത്ത്. മലങ്കര ഡാമിന് കുറച്ച് മുൻപായി തൊടുപുഴ മൂലമറ്റ റോഡിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു ചെറിയ മൺപാതയിലൂടെ വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. ഡോണലും അക്സയും ഇതുവഴിയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം. വെള്ളം കുത്തിയൊഴുകി രൂപപ്പെട്ട കുഴികളും കിടങ്ങുകളും ഉള്ളതിനാൽ ഇവിടെ ഇറങ്ങുന്നത് അപകടമാണ്. ഇക്കാര്യം സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഇവിടെ ഇല്ല എന്നതും വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് നയിച്ചിരിക്കാം. മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. അപകട മരണത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊല്ലത്തുള്ള വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയത്. രാവിലെ മുതൽ ഇവരെ കാണാനില്ലെന്ന് സഹപാഠികൾ പറഞ്ഞിരുന്നു. വെള്ളച്ചാട്ടത്തിന് സമീപം ഇരുവരുടെയും വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. കുളിക്കുന്നതിനെയാണ് അപകടം ഉണ്ടായതെന്നാണ് സൂചന. ഇവിടെ കുളിക്കാൻ എത്തിയ പ്രദേശവാസികൾ ഇവരുടെ ഫോൺ കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് അപകട വിവരം അറിയുന്നത്. വെള്ളച്ചാട്ടത്തിലെ കയത്തിൽ നിന്നാണ് ഡോണൽ ഷാജിയെ നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് അഗ്നിശമന സേനയും പോലീസും സംഭവ സ്ഥലത്തെത്തി. കയത്തിൽ 50 മീറ്റർ താഴെ നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയപ്പോഴാണ് കൂടെ നടന്ന അക്സയെ കണ്ടെത്താൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.